ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 19-ാം വാക്യം. എന്തുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ ബഹിഷ്കരിക്കാൻ കഴിയാതെ പോയത്? അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുവാനായിട്ട് സാധിക്കാതെ പരാജയപ്പെട്ട ശിഷ്യന്മാര് ഈശോയുടെ പക്കൽ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈശോയെ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനെ ബഹിഷ്കരിക്കാനായിട്ട് സാധിക്കാതെ പോയത്? എന്തുകൊണ്ടാണ് ഈ ഒരു പരാജയം സംഭവിച്ചത്? അവരുടെ ജീവിതത്തിൽ ഒരു പരാജയം സംഭവിച്ചു അല്ലെ? വിശ്വാസക്കുറവ് മൂലം അവർക്കൊരു പരാജയം സംഭവിച്ചിരിക്കുന്ന നിമിഷമാണ്. ഈ നിമിഷത്തില് അവർ ചെയ്ത ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഈശോയുടെ പക്കൽ വന്ന് ഇതിന്റെ കാരണം തിരക്കി എന്നുള്ളത്. പരാജയങ്ങൾ സംഭവിക്കാം, പക്ഷേ ഈ പരാജയത്തിന്റെ കാരണം തിരക്കേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന. ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് ഒരു പരാജയം സംഭവിച്ചാല് മനുഷ്യന്റെ പക്കലേക്ക് ഓടുകയാണ്. ഈ പരാജയത്തിന്റെ കാരണം എന്താ? എന്റെ ജീവിതത്തിൽ ദുഃഖമാണ്, ദുരിതമാണ്, ഓടുക. പല വഴിക്കൂടി പലരെ കണ്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ജീവിതത്തില് ഒരിക്കലും സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, ഒരു പരാജയം ഉണ്ടാകുമ്പോൾ, വിശ്വാസക്കുറവുണ്ടാകുമ്പോൾ ഞാൻ ചോദിക്കേണ്ടത് ആരോടാണ്? എന്റെ ദൈവത്തോടാണ്. ദൈവസന്നിധിയിൽ വന്ന് ശാന്തമായിട്ടിരുന്ന് അവനോട് ചോദിക്കണം, ഈശോയെ, എന്റെ ജീവിതത്തില് ഈ ഒരു പരാജയം സംഭവിച്ചു, എന്തുകൊണ്ടാണ് ഈ ഒരു പരാജയം എനിക്ക് സംഭവിച്ചത്? ചോദ്യം ചോദിക്കേണ്ടത് ദൈവത്തോടാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ശാന്തമായിട്ടിരുന്ന് ഈ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് നിനക്ക് സാധിച്ചാല് ഉറപ്പായിട്ടും അവൻ നിനക്ക് ഉത്തരം നൽകും. സ്നേഹമുള്ളവരെ, നമ്മൾ ചോദിക്കാറുണ്ടോ? നമ്മൾ മനുഷ്യന്റെ പിന്നാലെ പോകുന്നുണ്ട്, ധ്യാന സെന്ററുകളിലേക്ക് ഓടുന്നുണ്ട്, പലരുടെയും പിന്നാലെ ഓടുകയാണ്. അത്ഭുതം നടക്കുന്ന സ്ഥലത്തേക്കും നമ്മൾ ഓടുന്നുണ്ട്. എന്റെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള ഓട്ടമാണ്. എന്നാല് ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് അവൻ പറയുന്നത് കേൾക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം മറ്റുള്ളവരിൽ നിന്ന് തേടാതെ ശാന്തമായിട്ട് ദൈവസന്നിധിയിലായിരിക്കാനായിട്ട്, അവൻ എന്നോട് പറയുന്നത് കേൾക്കുവാനായിട്ട്, അതനുസരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ എപ്പോഴും സന്തോഷത്തില് സമാധാനത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.